ഒരു പാർട്ടി അവർക്ക് ഒരു വീട് പണിയണം എന്നൊരു കാര്യമായിട്ട് നമ്മുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞത് നമുക്കൊരു ഓൺ ഹൗസ് തന്നെ, നമുക്കതിനകത്ത് ഫുൾ ഡ്രോയിങ് ഡിസൈനിങ് സെഗ്മെന്റ് മുതൽ അതിന്റെ ഫിനിഷിംഗ് പ്രൊഡക്റ്റ് വരെ എന്തൊക്കെ വേണം കസ്റ്റമർ ഇതിന് ഒന്നും ആയിട്ട് പുറത്തേക്ക് വേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് ഈ ഇൻക്ലൂഡിങ് അതിന്റെ പേപ്പർ പോസ്റ്റിംഗ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഏറ്റവും തലവേദന വരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. പേപ്പേഴ്സിന്റെ ഇപ്പൊ ഈവൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ ഇതിന്റെ അണ്ടറിൽ വരുന്ന പേപ്പർ വർക്ക്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ടേക്ക് കെയർ എടുത്ത് ചെയ്ത് ഫിനിഷ് ചെയ്ത് നമ്പറിങ് എടുത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 4 ഹോസ്പിറ്റൽ മെയിൻ ആയിട്ടുള്ള തൃശ്ശൂരിലത്തെ മേജർ ഹോസ്പിറ്റൽസ്, ഇപ്പോൾ മിഷൻ ഹോസ്പിറ്റല്, ആത്രേയ, ദയ, അശ്വിനി ഹോസ്പിറ്റൽ തുടങ്ങി 4 ഹോസ്പിറ്റലിലേക്ക് നമുക്കൊരു 5 മിനിറ്റ്സ് കൊണ്ട് എത്താം. നമുക്ക് തൊട്ടടുത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നുണ്ട്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് നമുക്കൊരു 2 കിലോമീറ്റേഴ്സിന്റെ ഇതിലാണ് വരുന്നത്. അതുപോലെ വിമല കോളേജ്, ദേവമാത സ്കൂള്, ഇതൊക്കെ നമുക്ക് ഭയങ്കര അടുത്തായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്. മെയിൻ ഒരു പ്രൈം ലൊക്കേഷനാണ്. നമുക്കൊരു 5 മിനിറ്റ്സിന് ഡ്രൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ തൃശ്ശൂർ ടൗണിൽ റൗണ്ടിൽ നമ്മുടെ വടക്കുന്നാഥന് മുമ്പിലും പുണ്യാളിന്റെ മുമ്പിലും തൊട്ടപ്പുറത്ത് മോസ്കിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വന്ന് ആക്സസ് ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടി ലൊക്കേഷനാണ് നമ്മുടെ ഈ വീടിന്റെ കാസിൽ എന്നാണ് നമ്മുടെ കാസിൽ പ്രൊജക്റ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് അത്രയും ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു പ്രൊജക്ട് നിൽക്കണം. ഈവൻ ഈ പ്രൊജക്ട് ആയാലും ഏത് പ്രൊജക്ട് ആയാലും നമ്മൾ കോൺട്രാക്ടിങ്ങിലായാലും നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ അപ്പൊ തന്നെ ഫിനിഷ് ചെയ്ത് പോരണ, പിന്നെ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത ഒരു കൺസെപ്റ്റ് അല്ല. നമ്മൾ ആഫ്റ്റർ സർവീസസ് ആയാലും അവർക്ക് പിന്നീട് എന്ത് ഫർദർ ആവശ്യങ്ങളുണ്ടെങ്കിലും ഈവൻ നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ്. ഞാൻ ഒരുപാട് ക്ലയൻസ് ആയിട്ട് ഇപ്പോൾ ഈവൻ ഈ 10 വർഷത്തിനകത്ത് വന്നിട്ടുള്ള ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ക്ലയൻസും നമുക്ക് ഒരു ഫാമിലി പോലെ തന്നെയാണ്. എപ്പോഴും ഞങ്ങൾ കീപ്പ് ഇൻ ടച്ചിലുണ്ട്. അത്രയും ഒരു കണക്ഷനിൽ എന്നെ അവർക്ക് എപ്പോഴും എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്ന ഒരു സൗകര്യം ഉണ്ട് നമ്മുടെ ഇതിനകത്ത്. ഹായ് ശരത്തെ. ഹായ് നിമി. നമ്മൾ കുറേ നാളായിട്ട് കമ്മ്യൂണിക്കേഷനിലുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമുക്കൊരു വ്ളോഗായിട്ട് ഇരിക്കാനായിട്ട് പറ്റിയത് അല്ലേ? ഒത്തിരി നാളായിട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗണേഷ് ബിൽഡേഴ്സ് ഇപ്പം തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പം നമ്മൾ ഒത്തിരി പ്രോജക്ട്സ് നിങ്ങളുടെ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ ക്വാളിറ്റി വർക്ക്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആ ഒരു വ്ളോഗിലേക്ക് അത് കൊണ്ടുവരാനുള്ളൊരു കാരണം. കാരണം നമുക്ക് തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, നല്ല പ്രോജക്ട്സ് അറിയോ, അല്ലെങ്കിൽ നല്ല വർക്ക് ചെയ്തു തരുന്ന ആൾക്കാർ അറിയോ, ഇന്റീരിയർ ഡിസൈനേഴ്സിന് അറിയോ, അങ്ങനെ ഒത്തിരി എൻക്വയറി നമ്മൾ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമേ തന്നെ പറയാം, നന്നായിട്ട് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഒരു ഗണേഷ് ബിൽഡേഴ്സ് അല്ലേ, അതിനൊരു പ്രൊഫൈല് തൊട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഗണേഷ് ബിൽഡേഴ്സ് ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 years ആയി ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 300 above പ്രൊജക്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഒരു കോൺട്രാക്ടിങ് കമ്പനിയാണ്. നമ്മൾ ആസ് പെർ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ഒരു കസ്റ്റമർ നമ്മളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രോയിങ് ഡിസൈനിങ് സെഗ്മെന്റ് മുതൽ അതിന്റെ ഫിനിഷിംഗ് പ്രൊഡക്റ്റ് വരെ, ഇപ്പോൾ ഒരു വീടാണെങ്കിൽ അതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് അടക്കം ഇന്റീരിയർ ലാൻഡ്സ്കേപ്പിംഗ് അടക്കം എല്ലാ വർക്കുകളും ചെയ്ത് തീർത്ത് ഈ ഹാൻഡ്ലിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്ത് വരുന്നത്. അതിന്റെ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകളാണ് ഇതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് വില്ലകൾ. നമുക്ക് 2 സ്ഥലങ്ങളിലെ ഓഫീസ് ഉണ്ട്. നമുക്ക് തൃശ്ശൂർ ടൗണിലെ MG റോഡിലുണ്ട്, ഒരെണ്ണം എന്റെ നാട്ടില് വടക്കാഞ്ചേരി. ഈ 2 സ്ഥലത്താണ് നമുക്ക് ഓഫീസസ് ഉള്ളത്. ഇതിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സിന്റെ ഒരു ഷൂട്ടാണ് നമ്മളിപ്പോ മെയിനായിട്ട് ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ എന്റെ 3ാമത്തെ പ്രൊജക്ട്സ് ആണ്. നമ്മളിപ്പോ ടൗണിൽ 2 ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ലക്ഷറിയസ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആണ്. നമ്മൾ ടൗണിൽ ഈസി ആയിട്ട് ആക്സസബിൾ ആയിട്ട് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്ന ആളുകൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു 5 മിനിറ്റ്സിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ ടൗണിന്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ടൈപ്പ് ഒരു പ്രൊജക്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീട്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം മെയിനായിട്ട് നിങ്ങൾ കോൺട്രാക്ടേഴ്സ് ആണ് അല്ലേ? എനിക്കൊരു കാര്യം ചോദിക്കണം, ഇപ്പം എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മളിത് കാണുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഒരു 10 സെന്റ് സ്ഥലമോ 5 സെന്റ് സ്ഥലമോ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട് നമ്മൾ വീട് ഫുള്ള് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിൽ ഓൾ കേരള നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് 4 ഡിസ്ട്രിക്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം. ഈ 4 ഡിസ്ട്രിക്റ്റിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഒറ്റപ്പാലം മുതൽ അങ്കമാലി വരെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സൈറ്റുകളുണ്ട്. 16 സൈറ്റ് ഇപ്പോൾ നമുക്ക് റണ്ണിങ് വർക്ക് പോകുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഒരു 10 സെന്റിൽ ഒരു പാർട്ടി അവർക്ക് ഒരു വീട് പണിയണം എന്നൊരു കാര്യമായിട്ട് നമ്മുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞത് നമുക്കൊരു ഓൺ ഹൗസ് തന്നെ, നമുക്കതിനകത്ത് ഫുൾ
ഡ്രോയിങ് ഡിസൈനിങ് സെഗ്മെന്റ് മുതൽ അതിന്റെ ഫിനിഷിംഗ് പ്രൊഡക്റ്റ് വരെ എന്തൊക്കെ വേണം കസ്റ്റമർ ഇതിന് ഒന്നുമായിട്ട് പുറത്തേക്ക് വേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ചെയ്യാം. നമുക്ക് ഈ ഇൻക്ലൂഡിങ് അതിന്റെ പേപ്പർ പ്രോസസിംഗ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഏറ്റവും തലവേദന വരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. പേപ്പേഴ്സിന്റെ ഇപ്പൊ ഈവൻ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ ഇതിന്റെ അണ്ടറിൽ വരുന്ന പേപ്പർ വർക്ക്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ടേക്ക് കെയർ എടുത്ത് ചെയ്ത് ഫിനിഷ് ചെയ്ത് നമ്പറിംഗ് എടുത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച്. പിന്നെ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് കൂടുതലും ഉള്ളത് NRI ക്ലയൻസ് ആണ്. ഒരു 99% ഞങ്ങളുടെ ക്ലയൻസ് എന്ന് പറയുന്നത് NRI ആണ്. അപ്പൊ അവിടെ അവരുടെ നാട്ടിലില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എല്ലാം ടേക്ക് കെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് ആവശ്യം. തുടക്കം മുതലേ എനിക്ക് എന്തോ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയത് അത്തരം ടൈപ്പ് ഓഫ് പ്രൊജക്ട്സ് ആണ്. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും അപ്പൊ ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി ആളുകളുടെ ഒരു ചിന്താഗതി, അവരുടെ ഒരു ഇഷ്ടങ്ങള്, അവരുടെ അനിഷ്ടങ്ങള്, അതുപോലെ അവരുടെ തോട്ട്സ് ഒക്കെ നമുക്ക് ഈ 10 വർഷത്തിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ തന്നെ അവരുടെ കൺസേൺസ് നമുക്ക് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അത് പ്രകാരം നമ്മളെല്ലാം ചെയ്തു കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളെ കിട്ടലാണ് ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ഈ പല കൺസ്ട്രക്ഷൻ കമ്പനികളെ ഏൽപ്പിക്കുമ്പോഴും പലരും പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വീട് ഒരാൾ പണിയും, ഇന്റീരിയർ വേറൊരാൾക്ക് കൊടുക്കും, ലാൻഡ്സ്കേപ്പിംഗ് വേറൊരാൾ വരണം. അപ്പോൾ നമ്മളൊരു പറഞ്ഞ ഒരു ടൈം ഡ്യൂറേഷനിൽ ആ വർക്കുകൾ തീരില്ല. പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ വീഡിയോ എടുക്കുന്നത് എല്ലാം NRIs തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒരു ഒറ്റൊരു പോയിന്റിൽ ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് എപ്പോഴും ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം എല്ലാം ഒരാളോട് പറയാം, അയാൾ തന്നെ എല്ലാം തീർക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ പ്രൊഫൈല് നമുക്ക് മനസ്സിലായി, വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള നല്ലൊരു കമ്പനിയാണ് ഗണേഷ് ബിൽഡേഴ്സ്. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ വീട് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ള വീടാണല്ലോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണേലും എനിക്ക് തോന്നുന്നു നമുക്കിതിൻ്റെ ഒരു ലൊക്കേഷൻ, ആക്സസബിലിറ്റി എന്തൊക്കെയാണ്, നമുക്ക് ഇതിൻ്റെ ചുറ്റും വരുന്ന കാര്യങ്ങൾ, അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ അതൊന്ന് പറയൂ. ഇതിപ്പോൾ നമുക്ക് ചേറൂർ കുറ്റുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ജസ്റ്റ് 3.6 കിലോമീറ്റർ ആണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ വീട്ടിലേക്കുള്ളത്. നമ്മുടെ സാഹിത്യ കലാ അക്കാദമിയുടെ അവിടെ നിന്ന് ആ വഴിയിൽ കൂടെ വരാം നമുക്ക്. അതുപോലെ മണ്ണുത്തി എറണാകുളം ഹൈവേ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.7 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് ഇവിടേക്കാകെ വരുന്നത്. ഈ കുറ്റുമുക്ക് അമ്പലത്തിന്റെ അടുത്താണ് നമ്മുടെ വീട് വരുന്നത്. ഇന്ദിരാനഗർ എന്നാണ് ഈ ഹൗസിംഗ് കോളനിക്ക് പറയുക, റെസിഡൻസ് അസോസിയേഷൻ പറയുന്നത്. ഇത് മെയിൻ അത്യാവശ്യം നല്ലൊരു പോഷ് ഏരിയ തന്നെയാണ്. ആൾക്കാർ വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള വീതിയുള്ള വഴികളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഈ സൈറ്റ് ചൂസ് ചെയ്യാൻ വന്നപ്പോൾ അത്തരം മെയിൻ ആസ്പെക്ട്സ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഇവിടുന്ന് മെയിൻ ആയിട്ട് നമുക്ക് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്, നമുക്കൊരു 4 ഹോസ്പിറ്റൽ മെയിൻ ആയിട്ടുള്ള തൃശ്ശൂരിലത്തെ മേജർ ഹോസ്പിറ്റൽസ്, ഇപ്പോൾ മിഷൻ ഹോസ്പിറ്റൽ, ആത്രേയ, ദയ, അശ്വിനി ഹോസ്പിറ്റൽ തുടങ്ങി 4 ഹോസ്പിറ്റലിലേക്ക് നമുക്കൊരു 5 മിനിറ്റ്സ് കൊണ്ട് എത്താം. നമുക്ക് തൊട്ടടുത്ത് എഞ്ചിനീയറിംഗ് കോളേജ് വരുന്നുണ്ട്. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് നമുക്കൊരു 2 കിലോമീറ്റേഴ്സിന്റെ ഇതിലാണ് വരുന്നത്. അതുപോലെ വിമല കോളേജ്, ദേവമാത സ്കൂള്, ഇതൊക്കെ നമുക്ക് ഭയങ്കര അടുത്തായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. മെയിൻ ഒരു പ്രൈം ലൊക്കേഷനാണ്. നമുക്കൊരു 5 മിനിറ്റ്സിന് ഡ്രൈവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ തൃശ്ശൂർ ടൗണിൽ റൗണ്ടിൽ നമ്മുടെ വടക്കുന്നാഥന് മുമ്പിലും പുണ്യാളിന്റെ മുമ്പിലും തൊട്ടപ്പുറത്ത് മോസ്കിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് വന്ന് ആക്സസ് ചെയ്യാവുന്ന ഒരു പ്രോപ്പർട്ടി ലൊക്കേഷനാണ് നമ്മുടെ ഈ വീടിന്റെ. കാസിൽ എന്നാണ് നമ്മുടെ ഈ പ്രൊജക്ടിന്റെ പേര്. കാസിൽ പ്രൊജക്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് അത്രയും ഒരു പ്രൈം ലൊക്കേഷനിലാണ് നമുക്ക് ഈ ഒരു പ്രൊജക്ട് നിൽക്കുന്നത്. ഇനി ഇതിന്റെ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു 6 സെന്റ്. അതെ, ടോട്ടൽ നമുക്ക് 6 സെന്റ്. എത്ര സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വരുന്നത്? നമുക്ക് വീട് വരുന്നത് ടോട്ടൽ 2450 സ്ക്വയർ ഫീറ്റ് ആണ്. 2450 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ 4 BHK ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുള്ളി ഫർണിഷ്ഡ് ആണ് നമ്മുടെ വീട് മൊത്തം. നമുക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു കാർ പാർക്കിംഗ്, ഒരു എക്സ്ട്രാ കാർ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് മുറ്റത്ത് നമുക്ക് സ്പേസ് ഉണ്ട്. ഫുള്ളി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് സിറ്റ് ഔട്ട്, പിന്നെ നമ്മളൊരു ലിവിംഗ് സ്പേസിലാണ് അപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഇത് ഫുള്ള് നമ്മളൊരു മൊറോക്കൻ, ഒരു ഇറ്റാലിയൻ തീം മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇന്റീരിയേഴ്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ എൻട്രി ചെയ്യുന്ന ഡൈനിങ് സ്പേസ്, താഴെ നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. 2 ബെഡ്റൂംസ് നമ്മൾ 2 തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം ഒരു ക്ലാസി ആയിട്ടുള്ളതും ഒരെണ്ണം ഒരു മോഡേൺ ഔട്ട്ലുക്ക് കിട്ടുന്ന മാതിരിയുള്ള ഒരു കോൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ അതിന്റെ ബാത്റൂംസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതായാലും അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതായാലും ഫുൾ സെറയുടെ ബ്രാൻഡിലുള്ള എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ അതിനകത്ത് ഫിറ്റിംഗ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫുള്ളി റെയിൻ ഷവേഴ്സ്, കാര്യങ്ങൾ, ഗ്ലാസ് പാർട്ടീഷൻസ് എല്ലാം നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ലക്ഷറിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ കിച്ചൺ വരുന്നു. കിച്ചൺ ഫുള്ളി ലോഡഡ് കിച്ചൺ ആണ്, നമുക്ക് ഫുള്ളി ഫർണിഷ്ഡ് ആണ്. മോഡുലാർ കിച്ചൺ ആണ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇൻക്ലൂഡിങ് ഹോബ് ആൻഡ് ചിമ്മിണി അടക്കം നമ്മൾ അതിനകത്ത് എല്ലാം ഫിറ്റ് ചെയ്തെല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് താഴെ, ഒരു കോമൺ ടോയ്ലറ്റ്,
പിന്നെ സ്റ്റെയർ കയറി നമ്മൾ മുകളിൽ വന്നാൽ നമുക്കൊരു ഒരു പാസേജ് സ്പേസിലേക്ക് നമ്മൾ വരുന്നത്. അവിടെ നിന്ന് പിന്നെ അഗൈൻ നമ്മളൊരു ലിവിംഗ് സ്പേസ് നമുക്ക് ടിപ്പിക്കൽ നമ്മുടെ ഈ ഫ്ലോറിന്റെ താഴത്തെ ലിവിംഗ് ഹാളിന്റെ അതേ സെയിം സൈസിലുള്ള ഒരു മുകളിൽ നമുക്ക് വരുന്നുണ്ട്. സെയിം താഴെ വരുന്ന 2 ബെഡ്റൂംസ് തന്നെ നമുക്ക് മുകളിലേക്കും വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ നമ്മളൊരു യൂട്ടിലിറ്റി ഏരിയ എക്സ്ട്രാ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെയാണ് നമ്മൾ ഈ പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത്. അവിടെ ഫുൾ നമ്മൾ ഇതുപോലെ ഫ്ലോറിംഗ് പരിപാടി എല്ലാം തീർത്ത് നമ്മൾ 2450 എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഏരിയ കൂടാതെയാണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു ഓപ്പൺ ബാൽക്കണി സ്പേസ്, അതുകൂടാതെ ഒരു മെയിൻ സ്പേസ് നമുക്ക് ഈ കാർ പാർക്കിങ്ങിന്റെ മുകളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഈവൻ വേണമെങ്കിൽ ഒരു ബാർബിക്യൂ സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഒരു ബാർ ഏരിയ ആയിട്ട് വേണ്ട ആൾക്കാർക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു കോഫി ടേബിളും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെജിറ്റേഷൻസ് ഒക്കെ വെക്കാവുന്ന ഗാർഡൻ സെറ്റിംഗ് ഒക്കെ ചെയ്യാം. ഇത് നമുക്കൊരു ഭംഗിയായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സ്പേസ്. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ അവിടെ ഫുൾ ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ വീട് വാങ്ങുന്ന ആൾക്കാർക്ക് വന്നിട്ട് അതിലേക്ക് അത് കവർ ചെയ്തെടുക്കുക മാത്രമാണ് ആവശ്യം. ശരിക്കും പറഞ്ഞാൽ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ഇവിടെ കൊണ്ടുവരാനില്ല. അതെ, നമുക്ക് എല്ലാ ബെഡ്റൂംസിലേക്ക് വേണ്ട ബെഡ്ഷീറ്റ് അടക്കം നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാൻ നോക്കിയപ്പോ നമ്മുടെ ടോയ്ലറ്റ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ടർക്കീസ് വരെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നും വെറുതെ ജസ്റ്റ് കയറി താമസിക്കാവുന്ന രീതിയിലേക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കയറി വരുന്ന എസ്പെഷ്യലി ലിവിംഗ് ഏരിയയിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ, ഒരു ബ്ലൂ കളർ. അപ്പൊ അത് സാധാരണ നമ്മൾ അങ്ങനെ വീടുകളിൽ കാണാത്തൊരു തീമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഒത്തിരി വീടുകൾ കാണുന്നതാണല്ലോ. അപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് നിർബന്ധമുള്ളതാണ്. എനിക്കൊരു എൻ്റെ വർക്ക്സ് കൂടുതൽ ചെയ്യുമ്പോൾ ഈവൻ കുറച്ച് ടൈം എനിക്ക് അതിനകത്ത് അധികം സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലും എനിക്ക് ആ ഒരു പെർഫെക്ഷന്റെ കാര്യത്തിൽ ഒട്ടും പിന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈവൻ ഞാനിപ്പം മെയിനായിട്ട് ശ്രദ്ധിച്ച ബാത്റൂമിൽ യൂസ് ചെയ്ത ടൈൽസ്, ലിവിംഗിലുള്ള ടൈലുകൾ, അതൊക്കെ ഒരു സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും കുറച്ച് അത് മിക്സ് ഓഫ് കോമ്പിനേഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ലിവിംഗ് ഹാളിൽ നമ്മൾ ചെയ്തിട്ടുള്ളതും അതുപോലെ ബാത്റൂംസ് നമ്മൾ ഫുള്ളി മൊറോക്കൺ ഒരു നമ്മുടെ ഒരു വെസ്റ്റേൺ മിക്സ് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലിവിംഗ് ഹാളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു മൊറോക്കൺ, ഒരു യൂറോപ്യൻ, ഇറ്റാലിയൻ മിക്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുകളാണ് ഈവൻ നമ്മളിതിന്റെ സെറ്റീസ് ആയാലും ഡൈനിങ് സ്പേസ് ആയാലും കിച്ചൺ വേറൊരു തീമിലാണ്, ഒക്കെ വേറെ ഒരു ഡിഫറെന്റ് തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരത്തെ, ഇപ്പൊ ഈ ഒരു വീട് ഇത് നമ്മൾ ഫുള്ളി ലോഡഡ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ എത്രയാണ് നമ്മളൊരു ആസ്കിംഗ് പ്രൈസ് ഉദ്ദേശിക്കുന്നത്? ഈ പ്രൊജക്ട് ഈ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ 1.65 crores-നാണ് ഉള്ള രീതിയിലാണ് അല്ലേ. അതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ്? ഇനി ഫ്യൂച്ചർ പ്ലാൻസ് നമുക്ക് ഇതുപോലെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്യുക, കൂടുതൽ ക്ലയൻസ് ആയിട്ട് അവർക്ക് വേണ്ട ബെറ്റർ ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്ത് അവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈവൻ ഈ പ്രൊജക്റ്റ് ആയാലും ഏത് പ്രൊജക്റ്റ് ആയാലും നമ്മൾ കോൺട്രാക്ടിങ്ങിലായാലും നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ അപ്പം തന്നെ ഫിനിഷ് ചെയ്ത് പോരണ, പിന്നെ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത ഒരു കൺസെപ്റ്റ് അല്ല. നമ്മൾ ആഫ്റ്റർ സർവീസസ് ആയാലും അവർക്ക് പിന്നീട് എന്ത് ഫർദർ ആവശ്യങ്ങളുണ്ടെങ്കിലും ഈവൻ നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ്. ഞാൻ എൻ്റെ ഒരുപാട് ക്ലയൻസ് ആയിട്ട് ഇപ്പോൾ ഈവൻ ഈ 10 വർഷത്തിനകത്ത് വന്നിട്ടുള്ള ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ക്ലയൻസും നമുക്ക് ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾ കീപ്പ് ഇൻ ടച്ചിലുണ്ട്. അത്രയും ഒരു കണക്ഷനിൽ എന്നെ അവർക്ക് എപ്പോഴും എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്ന ഒരു സൗകര്യം ഉണ്ട് നമ്മുടെ ഇതിനകത്ത്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ കാണുന്നത് ഇതിലും ബെറ്റർ ആയിട്ടുള്ള പ്രൊജക്ട്സ് ഇവിടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി എറണാകുളത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ തട്ടകത്തിലേക്ക് നമുക്ക് എളുപ്പമാണ് അത്. അപ്പൊ ഇവിടെ വരെ വരണ്ടല്ലോ വ്ളോഗ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള സംഗതികൾ അതുപോലെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്ത ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തൊരു വീടാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണിച്ചത്. ഒത്തിരി പേര് എസ്പെഷ്യലി തൃശ്ശൂരിൽ നിന്നൊക്കെ നമുക്ക് എൻക്വയറി വരാറുണ്ട്, നല്ല ഇൻറ്റീരിയർ ഡിസൈനേഴ്സിന് അറിയോ, നന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ അറിയോ എന്നുള്ളത്. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മളും ഇതിൻ്റെ ഒരു പുറകിലാണ്. അപ്പോൾ ഈ ഒരു വീട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. നെക്സ്റ്റ് വ്ളോഗിലും നമ്മൾ ശരത്തിൻ്റെ തന്നെ ഒരു വീടാണ് കാണിക്കുന്നത്. അത് കുറുക്കഞ്ചേരിയിൽ എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളൊരു വീടാണ്. അതും സെയിലിനുള്ള വീടാണ്. അതിൻ്റെയും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വാക്ക് ത്രൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ശരത്തിനെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വ്ളോഗിൽ കൊടുത്തിരിക്കുന്നത് ശരത്തിൻ്റെ നമ്പർ തന്നെയാണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇവർ ഓൾ കേരള ഇവരുടെ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ലാൻഡ് ഉണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ വളരെ എന്താ പറയുക യുണീക്കായിട്ടുള്ള ഒരു വീട്, യുണീക്കായിട്ടുള്ള ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ശരത്തിനെ കോൺടാക്ട് ചെയ്യാം. കാരണം എല്ലാ വർക്കും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. A to Z സർവീസ് അവർ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി നാളായിട്ട് അറിയാവുന്നതാണ് ശരത്തിനെ. പിന്നെ നമ്മൾ ഈ ഒരു വീട് ഫിനിഷ് ചെയ്തിട്ടൊരു വ്ളോഗിലേക്ക് വരാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്.
അപ്പോൾ ശരത്തെ ഒരുപാട് സന്തോഷം ഇത്ര ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. വളരെ ഭംഗിയുള്ളൊരു വീടാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ സെയിലാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ പുതിയ പ്രൊജക്റ്റുകളൊക്കെ ആയിട്ട് ഞങ്ങളുടെ കൊച്ചിയിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഒത്തിരി നല്ല വർക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പം നല്ല നല്ല വർക്കുകളായിട്ട് കൊച്ചിയിലേക്ക് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക്സ് നിമി, താങ്ക്സ് ഫോർ ദ ടൈം. ഇനിയും ഇതുപോലെയുള്ള നല്ല പ്രൊജക്ട്സുകൾ നമുക്ക് ഒരുമിച്ച് വ്ളോഗ് ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ പ്രൊജക്ട്സ് സെയിൽ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഇനിയും ഉണ്ടാവട്ടെ. ഓക്കെ. നിമ്മിയുടെ ലൈഫിലും അതുപോലെ ഇപ്പോൾ ഈ പോകുന്ന ഒരു ജേണിയിലും നിമ്മിയുടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്സും അതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന നിമ്മിയുടെ ബിസിനസ്സും വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. താങ്ക് യു. താങ്ക് യു ശരത്.